അപ്പോൾ നമ്മുടെ ഫൗണ്ടേഷൻ്റെ ഷീറ്റ് നമ്മൾ കഴിഞ്ഞു. ഫൗണ്ടേഷൻ്റെ എല്ലാത്തിനെയും കുറിച്ച് പറഞ്ഞു. അതുപോലെ ഫൂട്ടിങ്ങൾ, സ്ലോപ്പ്ഡ് ഫൂട്ടിങ്, സ്പ്രെഡ് ഫൂട്ടിങ്, സ്റ്റെപ്പ്ഡ് ഫൂട്ടിങ്, സിംഗിൾ ഫൂട്ടിങ്സ്, അതുപോലെ എന്താണ് കമ്പൈൻഡ് ഫൂട്ടിങ്സ് പറഞ്ഞു. അപ്പോൾ അടുത്ത എന്താണ് വരുന്നത്? ടൈപ്സ് ഓഫ് ആർച്ചസ്. നമ്മൾ തിയറിയിൽ ടൈപ്സ് ഓഫ് ആർച്ചസ് പഠിച്ചുവല്ലോ. തിയറിയിൽ പഠിച്ചില്ലേ ടൈപ്സ് ഓഫ് ആർച്ചസ്? ആർച്ചിനെ കുറിച്ച് പഠിച്ചില്ലേ തിയറിയിൽ? ഓർമ്മയുണ്ടോ? ആർച്ചിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. മെറ്റീരിയൽ അനുസരിച്ചുള്ള ക്ലാസിഫിക്കേഷൻ, അതുപോലെ എന്താണ് നമ്പർ ഓഫ് സെൻറ്റേഴ്സ് അനുസരിച്ച് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു എന്നൊക്കെ. അപ്പോൾ നോക്കുക, ആദ്യത്തെ എന്താണ്? ഫ്ലാറ്റ് ആർച്ചാണ് തന്നിട്ടുള്ളത്. നോക്കിയേ, ഫ്ലാറ്റ് ആർച്ച്. ഫ്ലാറ്റ് ആർച്ച് എന്താ? ഇതുപോലെ ഫ്ലാറ്റ് ആയിരിക്കും. അതായത് ഒരു വോളിൻ്റെ ഓപ്പണിംഗ് പോലെ ഇരിക്കും. എന്താ? ഒരു വോളിൻ്റെ ഓപ്പണിംഗ് പോലെ ആയിരിക്കും ഇതിരിക്കുക. ക്ലിയർ ആയോ? ഓപ്പൺ ആർച്ച് എല്ലാവർക്കും, അല്ല ഫ്ലാറ്റ് ആർച്ച് എല്ലാവർക്കും അറിയുന്നതാണല്ലോ. എല്ലാവർക്കും അറിയുന്നതല്ലേ? സ്ക്രീൻ പോയോ? സ്ക്രീൻ പോയിട്ട് വേണം. സ്ക്രീൻ പോയിട്ടുണ്ട്. എന്താണ് ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ? എന്താണ് ഫ്ലാറ്റ് ആർച്ച് എന്ന് പറഞ്ഞാൽ? എല്ലാവരും കണ്ടിട്ടുള്ള ഒരു ടൈപ്പ് ആയിരിക്കും. എന്താണ്? ഒരു വോൾ ഓപ്പണിംഗ് പോലെ ആയിരിക്കും എന്തുണ്ടായിരിക്കുക? ഫ്ലാറ്റ് ആർച്ച് ഉണ്ടായിരിക്കുക. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ. ഡാറ്റാസ് നോട്ട് ചെയ്തോ. ഇതാണ് നമ്മുടെ ഡാറ്റാസ്. ഇത്രയും ഡാറ്റാസ് ആയിരിക്കും നമുക്ക് തന്നിട്ടുണ്ടാവാം. ഡാറ്റ വേഗം നോട്ട് ചെയ്തോ. ഞാൻ പ്രത്യേകം പറയണു, ഇതുപോലെ ഡാറ്റാസ് നോട്ട് ചെയ്യുന്നതും അതുപോലെ വരച്ച ഡ്രോയിങ്സും കയ്യിലുണ്ടാവണം. ഓഫ്ലൈൻ ക്ലാസ്സിന് വരുമ്പോൾ കയ്യിലുണ്ടായിരിക്കണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഡ്രോയിങ്സ് ചെയ്യുമ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുള്ളൂ. ഡാറ്റ നോട്ട് ചെയ്യുക. എന്താണ് ഡാറ്റാസിൽ വരുന്നത്? എന്തൊക്കെ വരുന്നത്? സ്പാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. സ്പാൻ എത്രയാ? എത്രയാ സ്പാൻ വരുന്നത്? 1200. 1200 വരുന്നത്. ഡെപ്ത് എത്രയാണ് വരുന്നത്? 300 mm. ഡെപ്ത് എത്രയാ? 300 mm. സ്ക്രീൻ പോയോ? വീണ്ടും സ്ക്രീൻ പോയോ? വീണ്ടും ഉണ്ടല്ലേ? ഉണ്ടോ? എനിക്ക് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ചോദിക്കുന്നത്. വന്നു. പിന്നെന്താണ്? ആംഗിൾ ഓഫ് സ്ക്യൂ ബാക്ക്. ആംഗിൾ ഓഫ് സ്ക്യൂ ബാക്ക് എത്രയാണ്? 60 ഡിഗ്രി ആണ്. അടുത്തെന്താണ്? വിഡ്ത്ത് ഓഫ് വൗട്ട് സോയർ അറ്റ് എക്സ്ട്രഡോസ് എത്രയാണ്? 100 mm. ഇത്രയാണ് ഡാറ്റാസ് നമുക്ക് തരിക. ക്വസ്റ്റ്യൻ എന്തായിരിക്കും? ഡ്രോ ദി
എലവേഷൻ ഓഫ് ഫ്ലാറ്റ് ആർച്ച്. ഇതായിരിക്കും ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കുക. ആ ക്വസ്റ്റ്യൻ്റെ ഡാറ്റാസ് ഇത്രയൊക്കെ തരും. സ്പാൻ തരും, ഡെപ്ത് തരും, സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ തരും, അതുപോലെ എന്താണ് വൈസോയറിൻ്റെയും എക്സ്ട്രഡോസിൻ്റെയും വിഡ്ത്ത് തരും. ഇതായിരിക്കും ഫ്ലാറ്റ് ആർച്ചിൽ നമുക്ക് തരുന്ന ഡാറ്റാസ്. ഇത് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഫ്ലാറ്റ് ആർച്ച് വരയ്ക്കാനായിട്ട്. ക്ലിയർ ആയോ? ഡാറ്റ എഴുതി കിട്ടില്ലേ? അടുത്ത് നോക്കി, തന്ന ക്വസ്റ്റ്യനിൽ തന്നെ അതെങ്ങനെ വരയ്ക്കേണ്ടതെന്നൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. നോക്കിയേ, കണ്ടോ? ഓരോ സ്റ്റെപ്പുകളായിട്ട് അതിൽ കൊടുത്തിട്ടുണ്ട്. നോക്കിയാൽ ഓരോ സ്റ്റെപ്പുകളായിട്ട് ഞാൻ തന്ന ആ PDF തന്നെ ഉണ്ട്. അതിൻ്റെ ക്വസ്റ്റ്യൻ മുകളിലുണ്ട്, ഡാറ്റാസ് ഉണ്ട്, അതിൻ്റെ താഴെ എന്തുണ്ട്, അതെങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്നുള്ള ഓരോ സ്റ്റെപ്പുകളുണ്ട്. നമുക്ക് വരച്ചാലോ? വരയ്ക്കാം. ഇതാണ് സ്പാൻ വരുന്നത്. ഏതാണ് സ്പാൻ? സ്ക്രീൻ പോയോ? നോക്കിയേ എങ്ങനെ ഫ്ലാറ്റ് ആർച്ച് നോക്കിയേ. സ്പാൻ എത്രയാണ് നമുക്ക് തന്നിട്ടുള്ളത്? സ്പാൻ എത്രയാണ് തന്നിട്ടുള്ളത്? 1200. ഇതാണ് സ്പാൻ. നോക്കിയേ, ഒരു എൻഡ് തൊട്ട് ഒരു എൻഡ് വരെ. നോക്കിയേ, രണ്ട് സപ്പോർട്ടുകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് എത്രയാണ്? സ്പാൻ 1200 mm ആണ്. അതാണിത്. മനസ്സിലായോ? ഇതെത്രയായിരിക്കും ഹൈറ്റ്? ഫ്ലാറ്റ് ആർച്ചിൽ സാധാരണ എത്രയായിരിക്കും ഹൈറ്റ് വരിക? അതായത് നമ്മൾ സാധാരണ ഒരു ഡോർ ഓപ്പണിങ്ങിൻ്റെ ഹൈറ്റ് ആയിരിക്കും അല്ലേ? അതിൻ്റെ മുകളിലേക്ക് എന്തായിരിക്കും? ലിൻഡലായിരിക്കും ഉണ്ടാവുക അല്ലേ? അപ്പം അതുപോലെ തന്നെ നമ്മൾ എത്ര എടുക്കണ? 210 സെൻറ്റിമീറ്റർ, അതായത് 2100 mm ആയിട്ട് എടുക്കാം നമുക്ക്. അല്ലെങ്കിൽ നമുക്ക് താഴെ ഇവിടെ എക്സ്റ്റൻഷൻ കൊടുത്താലും മതി. മനസ്സിലായോ? താഴേക്ക് എക്സ്റ്റൻഷൻ കൊടുക്കാം. ഇത്രയൊക്കെ കൂടുതൽ ഹൈറ്റ് വരുമ്പോൾ, അതായത് നമുക്ക് ഹൈറ്റ് പറഞ്ഞിട്ടില്ലല്ലോ നമ്മുടെ ക്വസ്റ്റ്യനിൽ. ഡാറ്റയിൽ ഹൈറ്റ് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല. ആകെ സ്പാൻ മാത്രമാണ് നമുക്ക് തന്നിട്ടുള്ള, ഹൈറ്റ് തന്നിട്ടില്ല. അപ്പം നമുക്ക് വേണമെങ്കിൽ അത് ആലോചിച്ച് ചിന്തിച്ച് വോളിൻ്റെ ഹൈറ്റ് ഇത്രയാണ്, അല്ല ഡോറിൻ്റെ ഹൈറ്റ് ഇത്രയാണെന്നുള്ള രീതിയിൽ, അതിന് മുകളിലേക്ക് ലിൻഡൽ വരുന്നുള്ള രീതിയിൽ ചിന്തിച്ച് വേണമെങ്കിൽ 2100 എന്നുള്ളത് എടുക്കാം. അല്ലാത്ത പക്ഷം എന്ത് ചെയ്യാം? നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യാം? എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കാം. അവിടെ കണ്ടിന്യൂവേഷൻ മാർക്ക് ഉണ്ടെന്നുള്ള രീതിയിൽ, അതായത് കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നുണ്ടെന്നുള്ള രീതിയിൽ എന്ത് ചെയ്ത് കൊടുക്കാം? അങ്ങനെ ഒരു മാർക്കിംഗ് ഇട്ട് കൊടുക്കാം. ക്ലിയർ ആയോ? ക്ലിയർ ആയോ ആ കാര്യം? അടുത്ത എന്താണ് അപ്പോൾ ചെയ്യേണ്ടത്? 1200 നമ്മൾ സ്പേസിങ് വെച്ചു. എന്നിട്ട് എന്ത് ചെയ്തു? ഹൈറ്റ് കൊടുത്തു. നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഹൈറ്റ് കൊടുത്തു. പിന്നെ എന്ത് ചെയ്തു? സ്പ്രിംഗിങ് ലൈൻ വരച്ച് കൊടുത്തു.
പിന്നെ എങ്ങനെയാണ് ഡെപ്ത് എത്രയാണ്? ഡെപ്ത് നോക്കിയേ 300 അല്ലേ? അതായത് 300 mm ആണ് പറഞ്ഞിട്ടുള്ളത്. 300 mm എങ്ങനെ കൊടുത്തു? ഇതിനിങ്ങനെ നേരെ പാരലലായിട്ട് 300 mm വരച്ചു. 300 mm ഇങ്ങനെ വരച്ചു. പിന്നെ അല്ലാതെ വേറൊരു കാര്യം കൂടി നമുക്ക് പറഞ്ഞിട്ടുണ്ടല്ലോ, സ്ക്യൂ ബാക്കിൻ്റെ ആംഗിള്. ഏതാ സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ നോക്കിയാൽ? ഇവിടെയാണ് സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ വരുന്നത്, 60 ഡിഗ്രി. കണ്ടോ? കണ്ടോ സ്ക്യൂ ബാക്കിൻ്റെ ആംഗിൾ വന്നേക്കുന്നത് എവിടെയാന്ന് നോക്കിയേ? ഇവിടെയാണ് എന്ത് കാണിച്ചിട്ടുള്ളത്? 60 ഡിഗ്രി. നമ്മൾ അതായത് ആ ഓപ്പണിംഗ് സ്പേസ് കാണിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? രണ്ട് സൈഡിലും 60 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതാണ് സ്ക്രൂ ബാക്കിൻ്റെ ആംഗിള്. 60 ഡിഗ്രി മാർക്ക് ചെയ്യണം. അതാണ് ഈ 60 ഡിഗ്രി ഇവിടെ കാണിച്ചിട്ടുള്ളത്. കണ്ടോ? രണ്ട് 60 ഡിഗ്രിയുടെ ആംഗിൾസ്. അതിലാണ് നമ്മളിവിടെ 300 കൊടുത്തത് ഡെപ്ത്. മനസ്സിലായോ? 300. അടുത്ത എന്ത് ചെയ്യണം? നമ്മൾ ഇത്രയാണ് നമുക്ക് തന്നിട്ടുള്ള ഡാറ്റ വെച്ച് നമുക്ക് ചെയ്യാനുള്ളത്. അതുപോലെ തന്നെ എന്ത് കൂടി പറഞ്ഞിട്ടുണ്ട്? എക്സ്ട്രഡോസിലുള്ള ബ്രിക്കുകൾ എന്ത് ചെയ്യണം? അറേഞ്ച് ചെയ്യണം. അതായത് ഇതിൻ്റെ ഉള്ളിലുള്ള ബ്രിക്കുകൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഉള്ളിലുള്ള ബ്രിക്കുകൾ ഇങ്ങനെ അറേഞ്ച് ചെയ്യണം. എങ്ങനെ അറേഞ്ച് ചെയ്യാം? അവർ പറഞ്ഞിട്ടുള്ളത് എത്രയാണ്? 100 mm പറഞ്ഞിട്ടുള്ളത്. 100 mm എന്ന് പറയുമ്പോൾ നമ്മൾ 1:10 സ്കെയിൽ ചെയ്യണമെന്ന് വെച്ചാൽ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് വരും. അപ്പോൾ ഓരോ സെൻറ്റിമീറ്റർ ഇവിടെ മാർക്ക് ചെയ്ത് കൊടുക്കണം. ശരിക്കും ഡ്രോയിങ് ചെയ്താലോ? ഡ്രോയിങ് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം എന്ത് ചെയ്യണം? പറയൂ. ഇത്ര പറഞ്ഞത് വെച്ച് ആദ്യം പറയൂ. നമ്മുടെ സ്പാൻ വരുന്നത് 1200 ആണ്. 1200 mm. നമുക്ക് സ്കെയിൽ ചെയ്യണം. എത്രയിൽ സ്കെയിൽ ചെയ്യാം? എങ്ങനെ സ്കെയിൽ ചെയ്യാം? ഏത് വാല്യൂ കിട്ടും? പറയൂ. ഒരു ഷീറ്റ് മുഴുവനും കഴിഞ്ഞതാണ് വരച്ച്. ഇനി നിങ്ങൾ സ്കെയിൽ ചെയ്യാൻ പഠിക്കണം. സ്വന്തമായിട്ട് സ്കെയിൽ ചെയ്യാൻ പഠിക്കണം കേട്ടോ. എങ്ങനെ ഒരു വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ അതിന് സ്കെയിൽ ചെയ്യാമെന്ന്. അപ്പോൾ സ്കെയിൽ ചെയ്യാനായിട്ട് ആദ്യം എന്താ ചെയ്യണ്ടേ? ഏറ്റവും വലിയ വാല്യൂയും ഏറ്റവും ചെറിയ വാല്യൂയും ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് കൺവീനിയൻ്റ് ആവാണെന്ന് തോന്നുകയാണെങ്കിൽ, വരയ്ക്കാമെന്ന് തോന്നുകയാണെങ്കിൽ ആ സ്കെയിൽ ചൂസ് ചെയ്യാം. അത് പറ്റില്ല എന്നാണെങ്കിൽ നമ്മൾ വേറെ സ്കെയിൽ ചൂസ് ചെയ്യേണ്ടി വരും. മനസ്സിലായോ? അതായത് ഏറ്റവും വലിയ വാല്യൂയും അതുപോലെ ഏറ്റവും ചെറിയ വാല്യൂയും എന്ത് ചെയ്യണം? എവിടെ നിന്നോ നോയ്സ് വരുന്നുണ്ട്, ഒന്ന് മ്യൂട്ടാക്കൂട്ടോ. ഏറ്റവും വലിയ വാല്യൂയും ഏറ്റവും ചെറിയ വാല്യൂയും ചെയ്ത് നോക്കുക. ഏത് സ്കെയിലാണ് ചെയ്യേണ്ടതെന്ന് ഫിക്സ് ചെയ്യാനായിട്ട്. പറഞ്ഞ് ഏത് സ്കെയിലിൽ ചെയ്യാം? എത്രയിൽ ചെയ്യാം? 120 സെൻറ്റിമീറ്റർ ആണ് വരിക. 10 കൊണ്ട് ചെയ്യുമ്പോൾ എന്ത് വരും? 12 സെൻറ്റിമീറ്റർ വരും. ഏറ്റവും ചെറിയ വാല്യൂ എത്രയാണ്? 100 ആണല്ലേ? ഡിവൈഡഡ് ബൈ നമ്മൾ 10 ചെയ്യുമ്പോൾ എത്ര വരും? അല്ല, 100 mm ആണ്. 100 mm എന്ന് പറയുമ്പോൾ 10 സെൻറ്റിമീറ്റർ ആണ് വരിക. ഡിവൈഡഡ് ബൈ 10 സ്കെയിൽ ചെയ്യുമ്പോൾ 1 സെൻറ്റിമീറ്റർ. കുഴപ്പമില്ലല്ലോ? ചെയ്തുകൂടെ? 1:10 ചെയ്യാം. ഇങ്ങനെയാണ് നമ്മൾ സ്കെയിൽ എങ്ങനെ ചെയ്യേണ്ടതെന്ന് ഫിക്സ് ചെയ്യുക. ഏറ്റവും വലിയ വാല്യൂ മാത്രം ചെയ്താൽ പോരാ, ചെറിയ വാല്യൂ ചെയ്യണം. വലിയ വാല്യൂവിനെ ചെറുതാക്കിയാൽ മാത്രം പോരാ, ചെറിയ വാല്യൂം നമുക്ക് വരയ്ക്കാവുന്ന അളവിലാണോ നോക്കണം. ചിലപ്പോൾ ഇതിനും കുറയുകയാണെങ്കിൽ എന്താണ് പ്രശ്നം? 0.2, 0.3, 0.5 അങ്ങനെയുള്ള വാല്യൂസ് വരും. അതൊക്കെ വരയ്ക്കാൻ നമുക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായോ? അതായത് ഒന്നിന് താഴെ വരുന്നുണ്ടെങ്കിൽ ശ്രദ്ധിച്ചിട്ട് മാത്രം സ്കെയിൽ ചെയ്യുക. 1 സെൻറ്റിമീറ്റർ താഴെ വരുന്നുണ്ടെങ്കിൽ നമുക്കത് വരയ്ക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം ആ സ്കെയിൽ ചൂസ് ചെയ്താൽ മതി. നിങ്ങൾ ആ സ്കെയിൽ തന്നെ ചെയ്യണമെന്ന് ആർക്കും നിർബന്ധമില്ല. ഏത് സ്കെയിലായാലും ചെയ്താലും വാല്യൂസ് കറക്റ്റ് ആയാൽ മതി. മനസ്സിലായോ? അപ്പോൾ എന്ത് ചെയ്യാം? 1:10 തന്നെ സ്കെയിൽ ചെയ്യാം. ബാക്കി പറയൂ. എന്താ ചെയ്യേണ്ട? ആദ്യം സ്പാൻ നമുക്ക് തന്നിട്ടുണ്ട്. എന്ത് ചെയ്യാം? എന്താ
സ്പാൻ വരയ്ക്കാം അല്ലേ? എത്രയാണ്? 1200 എന്ന് പറയുമ്പോൾ എത്ര വരും? 12 സെൻറ്റിമീറ്റർ ആണ് വരിക. ഹൈറ്റ് നമ്മൾ എത്ര കൊടുക്കണം? നമുക്ക് കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ഹൈറ്റ് കൊടുക്കാം കേട്ടോ. നമുക്ക് എക്സ്റ്റൻഷൻ മാർക്ക് ഇട്ട് കൊടുക്കാം. സൈഡിലേക്ക് അബട്ട്മെൻറ്റിൻ്റെ സൈഡുകൾ കൊടുത്തു. വേണ്ടേ? സപ്പോർട്ടുകൾ വേണ്ടേ? 2 എണ്ണം വേണ്ടേ? എന്താ? 12 സെന്റിമീറ്റർ ഈ ലൈനില്ലെങ്കിൽ കുഴപ്പമില്ല, മുകളിൽ വരച്ചാൽ മതി. ഞാൻ അതായത് ആ 2 തമ്മിലുള്ള സ്പേസിങ് 12 ആണെന്ന് കാണിക്കാൻ വേണ്ടി വരച്ചതാണ്. ഇനി എന്താ ചെയ്യേണ്ടത്? നമ്മൾ 2 സപ്പോർട്ടുകൾ അപ്പുറത്തേക്കുള്ള സ്പേസിങ് നമ്മൾ വിട്ടു. ഒരു സ്പാനിൽ 12 സെൻറ്റിമീറ്റർ സ്പാനിൽ നമ്മൾ എന്താണ് ഒരു ഓപ്പണിങ് ചെയ്തെടുത്തു. ഇനി എന്താ ചെയ്യേണ്ടത്? സ്ക്യൂ ബാക്ക് പറഞ്ഞിട്ടുണ്ട് ആംഗിള്. എങ്ങനെ ചെയ്യാം ആംഗിള്? ഇവിടെ ഇങ്ങനെ ഒരു ലൈൻ എടുത്തു, ഇവിടെ നിന്ന് നമ്മൾ 60 ഡിഗ്രി എടുത്തു അല്ലേ? അതുപോലെ ഇപ്പുറത്ത് എന്ത് ചെയ്തു? 60 ഡിഗ്രി മാർക്ക് ചെയ്തു. ക്ലിയർ ആയോ? ക്ലിയർ ആയോ? ക്ലിയർ. ആ, ഇനി എന്ത് ചെയ്യണം? നമ്മുടെ അടുത്ത് എന്ത് പറഞ്ഞിട്ടുണ്ട്? ഡെപ്ത് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അതെങ്ങനെ ചെയ്യാം? ഈ സ്പ്രിങ്ങിങ് ലൈൻ, ഇതാണ് സ്പ്രിങ്ങിങ് ലൈൻ, ഇതാണ് സ്പ്രിങ്ങിങ് ലൈൻ കേട്ടോ നമ്മുടെ. അതിൽ നിന്ന് എന്ത് ചെയ്യണം? 300 എന്ന് പറയുമ്പോൾ എത്ര വരിക? 3 സെൻറ്റിമീറ്റർ. 3 സെൻറ്റിമീറ്റർ വരും. 3 സെൻറ്റിമീറ്റർ വരും. എന്ത് ചെയ്യണം? ഇങ്ങനെ ലൈൻ വരച്ച് ജോയിൻ ചെയ്ത് കൊടുക്കുക. പാരലലായിട്ട് ലൈൻ, സ്പ്രിങ്ങിങ് ലൈനിന് പാരലലായിട്ട് വേണം ലൈൻ വരയ്ക്കാനായിട്ട്. ഇപ്പോൾ നമ്മൾ മൊത്തത്തിൽ ആർച്ച് കംപ്ലീറ്റ് ചെയ്തു. ഇനി നമുക്ക് എന്താ ചെയ്യേണ്ടത്? ഇതിൻ്റെ ഉള്ളിൽ ബ്രിക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കണം അല്ലേ? ബ്രിക്കുകൾ എങ്ങനെ ആഡ് ചെയ്ത് കൊടുക്കാം? ബ്രിക്കുകൾ ആഡ് ചെയ്ത് കൊടുക്കാനായിട്ട് 100 mm നമ്മളോട് എന്ത് ചെയ്യാൻ പറഞ്ഞിട്ടുള്ളത്? പോയിൻറ്റ്സ് മാർക്ക് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടുള്ളത്. 100 mm എന്ന് പറയുമ്പോൾ എത്ര വരും സെൻറ്റിമീറ്റർ? 1 സെൻറ്റിമീറ്റർ അല്ലേ? 1 സെൻറ്റിമീറ്ററിലല്ലേ വരുന്നത് അല്ലേ? ആ, 1 സെൻറ്റിമീറ്ററിൽ വരുമ്പോൾ എങ്ങനെ വരയ്ക്കാം? ഇവിടെ നമ്മൾ എങ്ങനെ വരയ്ക്കും? ഇവിടെ നമ്മൾ സെൻറ്റർ ലൈൻ കൊടുത്തു വരണം. 0.5 ഇപ്പുറത്തേക്കും കൊടുത്തു, 0.5 ഇപ്പുറത്തേക്കും. ഇവിടെ മാത്രം 0.5 ആയിരിക്കും. പിന്നെ കൊടുക്കുമ്പോൾ എന്ത് കൊടുക്കണം? 1 സെൻറ്റിമീറ്റർ 1 സെൻറ്റിമീറ്റർ. സെൻറ്ററിൽ മാത്രം നമ്മൾ എന്ത് ചെയ്യണം? അപ്പുറത്തേക്ക് 0.5 ഇപ്പുറത്തേക്ക് 0.5 കൊടുക്കണം. മനസ്സിലായോ? പിന്നൊക്കെ 1 സെൻറ്റിമീറ്റർ വെച്ച് കൊടുക്കാം. ക്ലിയർ ആയോ? ഇനി ഇത് ബ്രിക്കുകൾ നമുക്കിങ്ങനെ നേരെ വരയ്ക്കാൻ പറ്റുമോ? ഇങ്ങനെ വരയ്ക്കാൻ പറ്റുമോ? ആ, സ്ലോപ്പ് എങ്ങനെ കൊടുക്കാം? ഇവിടെ നമ്മൾ സെൻറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതായത് ഇത് മൊത്തം എത്രയാണ്? 12 സെൻറ്റിമീറ്റർ ആണ്. ഇതിൽ 6 സെൻറ്റിമീറ്ററിൽ ഒരു പോയിന്റ് മാർക്ക് ചെയ്യുക. അതാണല്ലോ സെൻറ്റർ വരിക അല്ലേ? ഈ സെൻറ്ററിൽ നിന്നായിരിക്കണം നമ്മളിങ്ങനെ ലൈൻ കൊടുക്കേണ്ടത്. ഇങ്ങനെ താഴേന്ന് വരച്ച് വരണ്ട. ഈ പോയിന്റിൽ നിന്നായിരിക്കണം എന്ത് പോകേണ്ടത്? ഇങ്ങനെ പ്രൊജക്ഷൻ ലൈൻസ് പോയിട്ട് ബ്രിക്കുകൾ അറേഞ്ച് ചെയ്യേണ്ടത്. മനസ്സിലായോ? ഈ സെൻറ്ററിൽ നിന്നായിരിക്കണം ബ്രിക്കിലേക്കുള്ള ലൈൻ പോകേണ്ടത്. മനസ്സിലായോ? ആംഗിൾ 60 വേണമെന്നില്ല. ആംഗിൾ 60 വരയ്ക്കുകയാണെങ്കിൽ കുറച്ചും കൂടി വൈഡായി പോകും. ഈ സെൻറ്റർ ബേസിലാണ് നമ്മൾ ബ്രിക്കുകൾ അറേഞ്ച് ചെയ്യുക. 60 വരുമ്പോൾ ഭയങ്കര വൈഡായിട്ട് വരും ബ്രിക്കുകൾ. ആ, ഈ ലെങ്ത്തിന്റെ ഡിഫറൻസ് അനുസരിച്ചിട്ട് വൈഡ് ആവില്ല. നമ്മൾ കൺവീനിയൻ്റ് ആയിട്ടുള്ളൊരു ഇതെടുക്കുക. അതായത് നമ്മൾ ഈ പറഞ്ഞ പോലെ 210 സെൻറ്റിമീറ്ററിലാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് വരും. നമ്മൾ ഇത്തിരി കുറവ് ഹൈറ്റ് കാണിച്ചാലും കുഴപ്പമൊന്നും ഉണ്ടാവില്ല, വലിയ വ്യത്യാസമൊന്നും കാണിക്കില്ല. പക്ഷെ ബ്രിക്കുകൾ എപ്പോഴും സെൻറ്ററിൽ നിന്ന് തന്നെയാണ് അറേഞ്ച് ചെയ്യുക. സെൻറ്റർ പോയിന്റ് വെച്ചിട്ടാണ് അറേഞ്ച് ചെയ്ത് പോവുക.
കണ്ടോ അപ്പൊ ഇതിന്റെ സൈസ് സെയിം ആയിരിക്കും, പ്രായം മേലെയായിട്ട് സൈസ് വ്യത്യാസം വരൂലേ? ആ വരും. അപ്പൊ ഒരു ബ്രിക്ക് എങ്ങനെ അത് സൈസ്? ഇത് ശരിക്കും ഈ ബ്രിക്ക് അതേപോലത്തെ ബ്രിക്കുകളല്ല, അതായത് താഴെ കുറവും മുകളിൽ വലുതും, അതല്ലേ ഉദ്ദേശിച്ചത്. നമ്മൾ സാധാരണ ആർച്ച് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യുക, നമ്മൾ ആ ജോയിൻസിൽ എന്ത് ചെയ്യും, മോട്ടാർ ഫില്ല് ചെയ്തിട്ട് അത് കംപ്ലീറ്റ് ആക്കും. മനസ്സിലായോ? അത്രേ ഇവിടെ ഉദ്ദേശിക്കുന്നുള്ളൂ. അല്ലാതെ അതേ സൈസിലുള്ള ബ്രിക്കുകൾ വരുന്നതല്ല ഉദ്ദേശിക്കുന്നത്. മോട്ടാർ ജോയിൻസ് ആണ് അത് ഫില്ല് ചെയ്ത് പോകുന്നത്. മനസ്സിലായോ? ഇപ്പോൾ നോക്കിയേ, നിങ്ങൾ വേറൊരു മെയ്സ് ഇത് കാണിച്ചു തരാം. ഇവിടെ നോക്കിയേ, കണ്ടോ? അതുപോലെ വേറെ ഉണ്ട് നമുക്ക്. ഇവിടെയൊക്കെ നോക്കിയേ, കണ്ടോ? ബ്രിക്കുകളൊക്കെ അങ്ങനെ തന്നെ ഇരിക്കുക. പക്ഷെ ആർച്ചിൽ എന്താ പ്രത്യേകത? നമ്മൾ ബ്രിക്കുകൾ അങ്ങനെ വെച്ചാലും മോട്ടാർ ജോയിൻസ് ആണ് കൂടുതൽ ഫില്ല് ചെയ്ത് പോവുക. ബ്രിക്കിൻ്റെ സൈസിന് മാറ്റമൊന്നും വരില്ല. ബ്രിക്ക് നമ്മൾ അങ്ങനെ തന്നെ വെക്കും. മനസ്സിലായോ? അതായത് ഇൻട്രോഡോസിൻ്റെ ഒരു റേഡിയസ് ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരു കർവ് ആയിരിക്കില്ല എക്സ്ട്രോഡോസിന് വരുമ്പോൾ. മനസ്സിലായോ? കൂടുതലായിരിക്കില്ലേ കർവേച്ചർ, അതായത് ഈ ഒരു കർവേച്ചർ ആയിരിക്കില്ല പുറത്തേക്ക് വരുമ്പോൾ ഉണ്ടായിരുന്ന കർവേച്ചർ, കൂടുതലായിരിക്കും എപ്പോഴും. അവിടെ നമ്മൾ മോട്ടാർ കൂടുതൽ ഉപയോഗിച്ച് ഫില്ല് ചെയ്യും. മനസ്സിലായോ? ആ കർവേച്ചറിൻ്റെ പ്രത്യേകത കാരണമാണ്. ഇപ്പം നമ്മൾ ഫ്ലാറ്റിൽ ചെയ്യുമ്പോഴും താഴെ ഉള്ളതായിരിക്കില്ല എന്ത് വരിക, മുകളിലേക്കുള്ളത് വരിക. ഇൻട്രോഡോസ് ആയിരിക്കില്ല എക്സ്ട്രോഡോസിൽ വരിക. ആ കർവേച്ചറിൽ അല്ലെങ്കിൽ ആ സർഫസിൽ എന്തുണ്ടായിരിക്കും, വ്യത്യാസം ഉണ്ടായിരിക്കും. ഇനി എന്ത് ചെയ്യണം, നമ്മൾ ഇതൊരു ബ്രിക്കായിട്ട് അറേഞ്ച് ചെയ്ത് കൊടുക്കണം. എങ്ങനെ കൊടുക്കും നോക്കിയേ, എങ്ങനെയാണ് ബ്രിക്കായിട്ട് കാണിച്ചിട്ടുള്ളത്. ബ്രിക്കിൻ്റെ സിമ്പിൾസ് ഇങ്ങനെ വരച്ചു കൊടുക്കും. ഇതിപ്പോൾ ബ്രിക്കിൻ്റെ സിമ്പിൾസ് കറക്റ്റ് സ്കെയിലായില്ലെങ്കിലും കുഴപ്പമില്ല, ആ ഒരു സിമ്പിൾ അറേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. അതിനവിടെ ഒരു ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ വരയ്ക്കുന്ന ആർച്ചിനാണ്, നമ്മൾ തന്നിട്ടുള്ള വാല്യൂസിലാണ് വരച്ചേക്കുന്നത് എന്നുള്ളതിൽ മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. ബ്രിക്കിൻ്റെ പാറ്റേണിന് അവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ വരയ്ക്കുമ്പോൾ നീറ്റായിട്ട് വരയ്ക്കാം. ഇവിടെ എന്താണ്, ഏത് ബോണ്ടാണ് കാണിച്ചിട്ടുള്ളത്? ഇംഗ്ലീഷ് ബോണ്ടാണ് കാണിച്ചിട്ടുള്ളത് അല്ലേ? ഇത് ഇംഗ്ലീഷ് ബോണ്ടിൻ്റെ പ്രത്യേകത, ഒരു റോ ഫുള്ളും എന്താണ് സ്ട്രക്ചറുകളാണ് കാണിച്ചിട്ടുള്ളത്. ഇത് മൊത്തം സ്ട്രക്ചറുകളാണ്. രണ്ടാമത്തെ റോ നോക്കിയേ, ഹെഡറുകളല്ല കാണിച്ചിട്ടുള്ളത്. വീണ്ടും സ്ട്രക്ചർ, വീണ്ടും ഹെഡർ. കണ്ടോ? ഇംഗ്ലീഷ് ബോണ്ടാണ് വരച്ചിട്ടുള്ളത്. അത് അതിൻ്റേതായിട്ടുള്ള നീറ്റ്നെസ്സിൽ വരയ്ക്കുക, അത്രേ ഉള്ളൂ. നമ്മൾ ഓട് കോഴ്സിൽ എന്താണോ വരയ്ക്കുന്നത്, അതായത് ഒന്നാമത്തെ കോഴ്സിൽ എന്താണോ വരയ്ക്കുന്നത് അതായിരിക്കണം മൂന്നാമത്തെ കോഴ്സിൽ. അതായത് ഓഡ് നമ്പേഴ്സൊക്കെ സെയിം ആയിട്ട് വരയ്ക്കുക, ഈവൺ നമ്പേഴ്സൊക്കെ സെയിം ആയിട്ട് വരയ്ക്കുക. അങ്ങനെ വരച്ചാൽ നല്ല ഭംഗിയിലിരിക്കും. കണ്ടോ? ഇതിൽ ഓഡ് കോഴ്സുകളൊക്കെ നോക്കിയേ, ഏതൊക്കെ ഓഡ് കോഴ്സുകൾ വരുന്നത്? ഇത് 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 ഇതൊക്കെ സെയിം അല്ലേ? അല്ലേ? നോക്കുമ്പോൾ നോക്കിയാൽ സെയിം ആയിട്ടല്ലേ ഇരിക്കണേ? അതുപോലെ ഈവൺ കോഴ്സുകൾ നോക്കിയാൽ ഇത് 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 സെയിം ആണല്ലോ. കണ്ടോ? ആ, അങ്ങനെ സെയിം ആയിട്ട് വരയ്ക്കുക. അതായത് ഓഡ് കോഴ്സുകളെല്ലാം സെയിം ആയിട്ട്, ഒറ്റ നമ്പറുകൾ വരുന്ന കോഴ്സുകളെല്ലാം ഒരേപോലെ വരയ്ക്കുക, ഇരട്ടകൾ വരുന്നത് ഒരേപോലെ വരയ്ക്കുക. അങ്ങനെ വരച്ചാൽ തന്നെ എന്തായി, നന്നായി. ബ്രിക്കിന് വരെ പ്രത്യേകിച്ച് നമുക്ക് ചെയ്യണം നിർബന്ധമില്ല. വോയിസ് ക്ലിയർ ആവണില്ല. ആരാ സംസാരിക്കുന്ന? വോയിസ് ക്ലിയർ ആവണില്ല. ബ്രിക്കിന്റെ സൈസ് 101 സെന്റിമീറ്റർ ആയിരുന്നു മറ്റേ ലെങ്ത്. ആ, അതാണ്. അതായത് നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതായത് നമ്മുടെ അടുത്ത് മുകളിൽ കൊടുക്കുന്നതിൻ്റെ പറഞ്ഞു 1 സെൻറ്റിമീറ്ററിലായിരിക്കണം എന്ന് അല്ലേ?
1 സെൻറ്റിമീറ്ററിലായിരിക്കണം. അതാണ് ഇവിടെ കൊടുക്കേണ്ട 1 സെൻറ്റിമീറ്റർ. അതായത് ഇങ്ങനെ 1 സെൻറ്റിമീറ്റർ വേണം കൊടുക്കാനായിട്ട്. കാരണം എങ്ങനെയാണ്, ബ്രിക്കിന് നമ്മളിവിടെ 1 സെൻറ്റിമീറ്ററല്ല കൊടുത്തത്. അപ്പോൾ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുന്ന ലൈൻസ് നമ്മൾ എത്രയിൽ കൊടുക്കണം? 1 സെൻറ്റിമീറ്ററിൽ കൊടുക്കണം. അതാണ് 1 സെൻറ്റിമീറ്ററിൽ കൊടുക്കാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? നമ്മളിവിടെ 1 സെൻറ്റിമീറ്റർ കൊടുത്തില്ലേ മുകളിൽ? ബ്ലൂവിൽ വരച്ചതൊക്കെ നമ്മൾ 1 സെൻറ്റിമീറ്ററിലല്ല വരച്ചത്. അതേപോലെ തന്നെ എന്ത് കൊടുക്കണം? ബ്രിക്കിൽ 1 സെൻറ്റിമീറ്റർ കൊടുക്കണം. അത് ഈ ലൈനാണ് 1 സെൻറ്റിമീറ്റർ കൊടുക്കേണ്ടത്. ഇങ്ങനെ വരയ്ക്കുന്നത് ഹൊറിസോണ്ടൽ ലൈൻസ് ഉണ്ടോ? വെർട്ടിക്കൽ ശരിക്കും ബ്രിക്കിൻ്റെ സൈസ് പറയുകയാണെങ്കിൽ 2 സെൻറ്റിമീറ്ററിലാണ് നമ്മൾ സ്കെയിൽ ചെയ്യുമ്പോൾ വരയ്ക്കുക. 200 mm അല്ല വരിക. 200 mm 100 mm വിട്ടും. അതാണ് ഇവിടെ നമ്മളിപ്പോൾ 1 സെൻറ്റിമീറ്ററിൽ വരച്ചേ. നമ്മൾ ലെങ്ത്ത് വൈസ് വരയ്ക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ സ്ട്രക്ചറാണ് വരയ്ക്കുന്നതെന്നുണ്ടെങ്കിൽ 2 സെൻറ്റിമീറ്റർ കൊടുക്കുക. ഹെഡർ ആണെങ്കിൽ 1 സെൻറ്റിമീറ്റർ കൊടുക്കുക. അങ്ങനെ വരയ്ക്കാം. ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ ബ്രിക്കിന് ഇമ്പോർട്ടൻസ് ഇല്ല. നമ്മൾ ഈ കൊടുക്കുന്ന ബ്രിക്കിൻ്റെ സിമ്പിൾ ജസ്റ്റ് ഉണ്ടാവണമെന്നേ ഉള്ളൂ. 2 സപ്പോർട്ട്സാണ് നമുക്ക് പറയുന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യനിൽ 2 സപ്പോർട്ട് വാളുകളാണെന്നോ ഒന്നും തന്നിട്ടില്ല അല്ലേ? അപ്പോൾ നമ്മൾ ബ്രിക്കുകൾ വരയ്ക്കുമ്പോൾ അതാണ് ഞാൻ പറഞ്ഞ ഓഡ് കോഴ്സുകൾ ഒരേപോലെ വരച്ച് ഈവൻ കോഴ്സുകൾ ഒരേപോലെ വരയ്ക്കുകയാണെങ്കിൽ അത് നല്ല നീറ്റായിട്ടുണ്ടായിരിക്കും. മനസ്സിലായോ? അല്ലാതെ വെറുതെ ജസ്റ്റ് ബ്രിക്കിൻ്റെ സിമ്പിൾ കൊടുത്താലും കുഴപ്പമില്ല. ഈ ഒരു ഫിഗറിൽ തന്നെ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും, ഒരു സൈഡിൽ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കണ്ടോ? ഇപ്പുറത്തെ സൈഡിൽ കാണിച്ചിട്ടില്ല ബ്രിക്കുകൾ. ജസ്റ്റ് ഹൊറിസോണ്ടൽ ലൈൻസ് മാത്രമേ കാണിച്ചിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് കാണിക്കണേയും കാണിക്കാം, അല്ലെങ്കിൽ ഹാഫായിട്ട് കാണിക്കണേയും കാണിക്കാം. ഇനി പറയാനുള്ളൊരു കാര്യം, ഓഡ് കോഴ്സും ഈവൻ കോഴ്സും ഒരേപോലെ ആവരുത്. ഓഡ് കോഴ്സുകളെല്ലാം ഒരേപോലെ, ഈവൻ കോഴ്സുകളെല്ലാം ഒരേപോലെ. അങ്ങനെ വരച്ചാൽ മതി. അത് നിങ്ങൾ എങ്ങനെ വരച്ചാലും കുഴപ്പമില്ല. ഇവിടെ മെയ്സൺട്രിക്ക് അത്ര വലിയ ഇമ്പോർട്ടൻസ് ഒന്നുമില്ല. നമ്മൾ ആർച്ച് അളവിനനുസരിച്ച് വരച്ചിട്ടുണ്ടോ അതിന് മാത്രമേ ഇമ്പോർട്ടൻസ് ഉള്ളൂ. മനസ്സിലായോ? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റാസ് അനുസരിച്ചിട്ടാണോ വരച്ചിട്ടുള്ളത് നോക്കുക. അത്രേ നോക്കുള്ളൂ. ബ്രിക്കുകൾ കറക്റ്റ് വരച്ചിട്ടുള്ളത് കറക്റ്റ് സൈസിനല്ല എന്നൊന്നും നോക്കില്ല. നമുക്ക് പ്രാക്ടിക്കലിൽ ചിലപ്പോൾ ഇതുപോലെ ബ്രിക്ക് ഇങ്ങനെ കുത്തിയിരുന്ന് വരയ്ക്കാനുള്ള ടൈമൊന്നും ചിലപ്പോൾ കിട്ടില്ല. ക്വസ്റ്റ്യനൊക്കെ വായിച്ച് മനസ്സിലാക്കി ക്വസ്റ്റ്യൻ ചെയ്ത് തുടങ്ങുമ്പോൾ തന്നെ സമയമാവും. അപ്പോൾ ബ്രിക്കിൽ, അതായത് മെയ്സൺ ബ്രിക്ക് ഇവിടെ ഇമ്പോർട്ടൻസ് ഇല്ല. 2 സപ്പോർട്ട്സ് വേണമെന്നേ ഉള്ളൂ, അതായത് 2 അബട്ട്മെൻറ്റുകൾ വേണമെന്നേ ഉള്ളൂ. അത് മെയ്സൺട്രി ആയിരിക്കണമെന്ന് നിർബന്ധമില്ല. മനസ്സിലായോ? ഇതാണ് ഫ്ലാറ്റ് ആർച്ച് വരുന്നത്. നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കുക. എന്താണ് ഇവിടെ ഓരോ പോയിൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഓരോ സ്റ്റെപ്പായിട്ട് ചെയ്യേണ്ട 4 പോയിൻറ്റ്സ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. എത്ര പോയിൻറ്റ്സ് ഉണ്ട്? ഒരു 6 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്. ആ 6 പോയിൻറ്റ്സ് ഉപയോഗിച്ച് നമുക്ക് ഈ ഫ്ലാറ്റ് ആർച്ച് വരയ്ക്കാം. മനസ്സിലായോ? അപ്പോൾ റഫായിട്ട് ഞാനിപ്പോൾ പറഞ്ഞ പോലെ റഫായിട്ട് ഈ പോയിൻറ്റുകൾ യൂസ് ചെയ്ത് വരച്ച് നോക്കുക. അതിനുശേഷം മാത്രം എന്ത് ചെയ്യുക? ഷീറ്റിലേക്ക് വരയ്ക്കുക. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് റഫായിട്ട് വരച്ച പേപ്പർ അല്ലെങ്കിൽ ആ ബുക്ക് ഡ്രോയിങ്ങിന് വരുമ്പോൾ കൊണ്ടുവരണമെന്ന്. മനസ്സിലായോ? ഇതാണ് ഫ്ലാറ്റ് ആർച്ച്. ഇത്രേ വരുന്നുള്ളൂ. ഫ്ലാറ്റ് ആർച്ച് സാധാരണ ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ സെമി സർക്കുലർ ആണ്. അതുപോലെ ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻ സെഗ്മെൻ്റൽ ആർച്ചാണ്. ഈ ക്വസ്റ്റ്യനുമാണ് ചോദിക്കാറ്. സെഗ്മെൻ്റൽ ആർച്ചും ഇത് സെമി സർക്കുലർ ആണ്, ഇത് സെഗ്മെൻ്റൽ ആണ്. ഈ 2 ആർച്ചുകളും പഠിച്ചു വയ്ക്കുക. പെട്ടെന്ന് ചെയ്യാവുന്ന രീതിയിൽ സിമ്പിളായിട്ട് പഠിച്ചു വയ്ക്കുക. ഇതിൽ 2 ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് ആർച്ചിൽ. മനസ്സിലായോ? ആ, ഈ 2 ആർച്ചും അതുപോലെ എലിപ്റ്റിക്കൽ ഉണ്ടല്ലോ ഒരെണ്ണം. ഇത് മതി.
ആ 2 ആർച്ചാണ് ചോദിച്ച് കണ്ടിട്ടുള്ളത്. സെമി സർക്കുലറും സെഗ്മെൻറ്റ് രണ്ടും വരയ്ക്കാൻ വളരെ എളുപ്പമാണ്. ആ 2 ക്വസ്റ്റ്യൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചു വെക്കേണ്ടതുണ്ട്. ഫ്ലാറ്റ് ആർച്ച് സാധാരണ ചോദിക്കാറില്ല. സിമ്പിളായിട്ട് വരയ്ക്കാൻ പറ്റുന്നുണ്ടാണോ എന്നൊന്നും അറിയില്ല. ഫ്ലാറ്റ് ആർച്ച് ഇതുവരെ ചോദിച്ച് കണ്ടിട്ടില്ല. സെമി സർക്കുലറാണ് ചോദിക്കാറ്. സെമി സർക്കുലർ അതുപോലെ സെഗ്മെൻറ്റിൽ 2 ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ്. ഇന്ന് ക്ലാസ് വൈൻഡപ്പ് ചെയ്യാണ്. ഡൗട്ട്സ് ഉണ്ടോ? ഡൗട്ട്സ് ഉണ്ടോ?